ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മുടെ ഹീറോൻ്റെ പാഷൻ പ്രോ വണ്ടി വർക്കിന് കയറ്റിയിട്ടുണ്ട്. അതിൻ്റെ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് പ്ലഗ് ഇടയ്ക്കിടയ്ക്ക് അടിച്ചു പോവാം. അതായത് ശരിക്കും കറുത്ത പുകയുടെയാണ് അതിൻ്റെ പ്രശ്നം വരാം കേട്ടോ. പ്ലഗ് മാറ്റിയിട്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം പ്ലഗ് മാറ്റിയിട്ടാണ്, ഒരു 2 ദിവസമായിട്ടുള്ളൂ. അതിൻ്റെ പ്ലഗ് നോക്കുമ്പോൾ തന്നെ അറിയാം അതിൻ്റെ ഫേസൊക്കെ ശരിക്കും നല്ല രീതിയിൽ കറുത്ത് വന്നിട്ടുണ്ട്. ശരിക്കും ബ്ലാക്ക് സ്മോക്ക് വരാമെന്ന് കറുത്ത പുക വണ്ടിക്ക് വരാമെന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും അതിൻ്റെ പെട്രോളിൻ്റെ ചിലവ്, ഫ്യൂവൽ കൂടുതൽ കയറി കത്തുമ്പോഴാണ് ബ്ലാക്ക് കറുത്ത കളറിൽ നിന്ന് സൈലൻസറിയുടെ പുക പുറത്തേക്ക് വരാം. അതൊരു പരിധിയിൽ കൂടുതൽ വരുമ്പോൾ സൈലൻസറിനകത്തും അതിൻ്റെ കാത്തലിക് കൺവെർട്ടറൊക്കെ ബ്ലോക്ക് വരും. തന്നെയല്ല നമ്മുടെ ഹെഡിനകത്തായാലും വാൽവിൻ്റെ പോർഷനൊക്കെ കാർബൺ കയറി അതിൻ്റെ വാൽവ് സീറ്റിങ്ങിൻ്റെ ഭാഗമൊക്കെ സീറ്റിങ്ങൊക്കെ നഷ്ടപ്പെടും. കംപ്രഷൻ വീണ്ടും ലീക്കാവും. നിലവിൽ റിങ്സിൻ്റെ ഭാഗത്തുനിന്ന് ലീക്കായിട്ട് എഞ്ചിൻ്റെ ഉള്ളിലേക്ക് അതിൻ്റെ ഗ്യാസ് ഉള്ളിലേക്ക് പോകും. ആ ഉള്ളിലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അഴുക്ക് വരും. എൻജിൻ ഓയിലിനകത്തും അത് മിക്സ് ആവും. അങ്ങനെ പല പ്രശ്നങ്ങളാണ് അതുമായി ബന്ധപ്പെട്ട് വരാം. അതിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ചാൽ എയർ ഫിൽറ്ററാണ്. ഇതുമ്പോൾ നിലവിൽ ഇപ്പോൾ വെച്ചേക്കണത് ഒരു പവർ ഫിൽറ്ററാണ്. അത് തന്നെയായാലും നമ്മൾ നോക്കുമ്പോൾ ഫുള്ള് എയർ ബ്ലോക്കാണ്. ഇത് ശരിക്കും ഇടയ്ക്ക് ക്ലീൻ ആക്കിയിട്ട് ഇതിൻ്റെ ഓയിലൊക്കെ കൊടുത്തിട്ട് വേണം സാധാരണ ഇത് യൂസ് ചെയ്യാനായിട്ട്. അപ്പം നിലവിൽ ഇത് ഫുള്ള് ബ്ലോക്കാണ്. സാധാരണ നമ്മളുടെ ഇതുമേ ഉള്ള പാഷൻ പ്രോൻ്റെ എയർ ഫിൽറ്ററും അതിൻ്റെ വിത്ത് ഹോൾഡറും കൂടിയാണ് നമുക്ക് സെറ്റ് ചെയ്യണമെന്നാണ് ഏറ്റവും ബെറ്റർ. കാരണം ആ കംപ്ലയിൻറ്റ് നമുക്ക് 100% മാറണമെന്നുണ്ടെങ്കിൽ അത് സെറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ കേട്ടോ. ഇപ്പം നമ്മൾ പവർ ഫിൽറ്റർ വയ്ക്കാനായിട്ട് സജഷൻ പറയാറില്ല, കാരണം അത് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യപ്പെടാറില്ല. അതാണ് മെയിനായിട്ടുള്ള കാരണം. പിന്നെയെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കാർബറേറ്റർ യൂണിറ്റൊക്കെ അഴിച്ച് ക്ലീൻ ചെയ്തതെന്ന് പറയുന്നുണ്ട്. നമുക്ക് പ്രത്യക്ഷത്തിൽ നമുക്ക് കാണുമ്പോൾ തോന്നുന്നുണ്ട്. പക്ഷേ എങ്കിൽ കൂടി നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ കൂട്ടത്തിയുടെ കാർബറേറ്ററും കൂടി നമ്മൾ അഴിച്ച് ക്ലീൻ ചെയ്യും. അതേപോലെ തന്നെ സൈലൻസറിൻ്റെ ഉള്ളിലും അത്യാവശ്യം നല്ല രീതിയിൽ കാർബൺ ഡെപ്പോസിറ്റ് ഉണ്ടാവും. അതിൻ്റെ കാത്തലിക് കൺവെർട്ടറിൻ്റെ ഉള്ളിലായാലും നല്ല രീതിയിലുണ്ടാവും. അത് 100% നമുക്ക് കളയിൽ നടക്കില്ല. എന്നാലും മാക്സിമം നമുക്ക് അതിനകത്ത് കെമിക്കലൊക്കെ യൂസ് ചെയ്തിട്ട് പരമാവധിയും 2 സൈഡിൽ നിന്ന് നമുക്ക് വാട്ടർ പ്രഷർ വെച്ചിട്ട് നല്ല രീതിയിൽ പ്രഷർ വെച്ച് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. 100% പെർഫെക്റ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല. എങ്കിൽ കൂടി ഏകദേശം നമുക്കൊരു 75% നമുക്കത് കളയാനായിട്ട് സാധിക്കും. അപ്പോൾ നിലവിൽ അതിന് സംഭവിച്ചാണ് കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ സിലിണ്ടർ പിസ്റ്റണാണ് ശരിക്കും പ്രോബ്ലം. ഇത് നിലവിൽ ഒരു പ്രാവശ്യം ലെയ്ത്തിൽ കൊടുത്ത് ബോർ ചെയ്തേക്കണ പിസ്റ്റണാണ്. അത് പറയാൻ കാരണം അതിൻ്റെ സ്പെസിഫിക്കേഷൻ നമ്പറിന് കൊടുത്തേക്കണേ 0.25. അത് ഫസ്റ്റ് ബോർ പിസ്റ്റണാണ്. തന്നെയല്ല നമുക്ക് അതിൻ്റെ സിലിണ്ടറിൻ്റെ ഭാഗം നോക്കിയാലും സിലിണ്ടറിൻ്റെ ഉള്ളിലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്ക്രാച്ച് കാര്യങ്ങൾ ഇതിനകത്ത് കാണപ്പെടുന്നുണ്ട്. ഈ സൈഡിലൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്ക്രാച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി നമുക്ക് ഒന്നോലെ സിലിണ്ടർ മാറ്റണം, അല്ലെങ്കിൽ സിലിണ്ടർ ബോർ ചെയ്ത് യൂസ് ചെയ്യണം. അതായത് ഇനി ഈ സിലിണ്ടർ ബോർ ചെയ്യാന്ന് പറഞ്ഞാൽ സെക്കൻഡ് ബോറിങ്ങിലേക്ക് പോകും. അത് നമ്മൾ സജഷൻ പറയുന്നില്ല. കാരണം വെച്ചാൽ ഫസ്റ്റ് ബോർ തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിലവ് ചുരുക്കലിൻ്റെ ഭാഗമായിട്ടാണ് ലെയ്ത്തിൽ ബോറിങ് നമ്മൾ പറയാറ്. പിന്നെ അത് കൂടാതെ കൊണ്ട് നമുക്ക് അതിൻ്റെ വാൽവ്, ഈ ഹെഡിൻ്റെ വാൽവ്, അത് എക്സോസ്റ്റ് വാൽവ് ഗൈഡ് കംപ്ലയിൻ്റ് ഉണ്ട്. കാരണം ഞാൻ വാൽവിനകത്ത് കരി, ഇപ്പോൾ ഇൻലെറ്റ് വാൽവിനകത്ത് ഇത്ര കരി വന്നിട്ടുള്ളൂ. പക്ഷേ എക്സോസ്റ്റ് വാൽവിൽ നോക്കിക്കോ അതിൻ്റെ കാർബൺ ഡെപ്പോസിറ്റ് കൂടുതലായിരിക്കും. കൂടുതൽ കരിയും വരും. അതിൻ്റെ സീറ്റിംഗ് കംപ്ലയിൻറ്റ് വരും. അതുപോലെ തന്നെ വാൽവ് ഗൈഡിന് തേയ്മാനം വരാറുണ്ട്. അപ്പോൾ വാൽവ് ഗൈഡും ക്ലിയർ ചെയ്ത് വാൽവ് മാറ്റി റെഡി ആക്കിയാലാണ് നമുക്കത് ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. പിന്നെ നമ്മൾ പ്രത്യക്ഷത്തിൽ നമ്മൾ വണ്ടി ഓടിച്ച് നോക്കുമ്പോൾ തന്നെ നമ്മുടെ ഈ എഞ്ചിനകത്ത് തന്നെ ഈ ചെയിൻ ഉണ്ടല്ലോ, ക്യാം ചെയിൻ എന്ന് പറയും, അത് നല്ല രീതിയിൽ തേയ്മാനം വന്ന് പോയിട്ടുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ റബ്ബറൊക്കെ കാണുമ്പോൾ അറിയാം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തേയ്മാനം വന്നിട്ടുണ്ട്. അപ്പോൾ കൂട്ടത്തിൽക്കൂടെ വേണമെങ്കിൽ അതും കൂടി നമുക്ക് ക്ലിയർ ചെയ്യാം. ശരിക്കും പക്കയായിട്ട് എഞ്ചിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ക്രാങ്ക് ഷാഫ്റ്റ് ഉണ്ടല്ലോ, ഈ പിസ്റ്റൺ പിടിപ്പിക്കുന്ന ഈ ക്രാങ്ക് ഷാഫ്റ്റ്, അത് ശ്രദ്ധിച്ച് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അത് എത്ര ഷെയ്ക്ക് കാണിക്കുന്നുണ്ട്. അതായത് ചെറിയ സാധാരണ മൈന്യൂട്ടായിട്ട് പ്ലേ ആണ് വരാൻ പാടുള്ളൂ. ഇത് ശരിക്കും ഒരല്പം കൂടുതലുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇതുമേക്ക് ഇപ്പോൾ പുതിയ സിലിണ്ടർ കിറ്റ് മേടിച്ച് കയറ്റാൻ നമ്മൾ പറയണില്ല. കാരണം എന്താ വെച്ചാൽ ലൈഫ് കുറവായിരിക്കും സ്വാഭാവികമായിട്ടും. ഇപ്പോൾ നമ്മളിതുമേക്ക് പുതിയ സിലിണ്ടർ പ്രശ്നമൊക്കെ കയറ്റി സെറ്റ് ചെയ്ത് ഈ ക്രാങ്കിൻ്റെ കണക്ടറോട് കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇടുന്ന സിലിണ്ടർ പ്രശ്നമൊക്കെ ഡാമേജിലേക്ക് പോകും. എന്നാൽ നമുക്ക് ഈ കംപ്ലയിൻറ്റ് പരിഹരിക്കേണ്ടതും അത്യാവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്യാമെന്ന് പറഞ്ഞാൽ ഒന്നോലെ നമുക്ക് ഫുള്ളായിട്ട് എഞ്ചിൻ അഴിച്ച് ക്ലിയർ ചെയ്ത് നാളെ ഒരിക്കൽ കംപ്ലയിൻറ്റ് വരാത്ത രീതിയിൽ ഗ്യാരണ്ടിയിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതല്ലെങ്കിൽ നമുക്ക് ചെയ്യേണ്ടത് ഇപ്പോൾ കണ്ടിരിക്കുന്ന ഈ കംപ്ലയിൻറ്റ് മാത്രം നമുക്ക് സോൾവ് ചെയ്ത് വിടാം. അതിന് നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞാൽ സിലിണ്ടർ ബോർ ചെയ്ത് യൂസ് ചെയ്യാം. അപ്പോൾ ഈ സിലിണ്ടർ പറ്റില്ല, വേറൊരു സിലിണ്ടർ നമ്മൾ എടുത്തിട്ട് അത് ബോർ ചെയ്തിട്ട് സ്റ്റാൻഡേർഡ് സിലിണ്ടർ എടുത്തിട്ട് അത് ബോർ ചെയ്ത് ഫസ്റ്റ് ബോർ പിസ്റ്റനായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അതിനുശേഷം ഈ പറഞ്ഞ രീതിയുടെ വാൽവ് ഗൈഡ് കാര്യങ്ങളൊക്കെ മാറ്റി സീറ്റ് ചെയ്ത് ഗ്യാസ്കറ്റുകൾ മാറ്റിയിട്ട് റീസെറ്റ് ചെയ്യുക. കൂട്ടത്തിൽക്കൂടെ ഈ ക്യാം ചെയിനും അതിനോടനുബന്ധിച്ച് വന്ന വീലുകൾ കാര്യങ്ങളും മാറ്റി റീസെറ്റ് ചെയ്യുകയാണെങ്കിൽ പ്രത്യക്ഷത്തിൽ ഈ കാണുന്ന കംപ്ലയിൻറ്റുകൾ നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് പറ്റും. തന്നെയല്ല നമുക്ക് ഈ എയർ ഫിൽറ്റർ ചേഞ്ച് ചെയ്യണം. അതിനുശേഷം നമുക്ക് കമ്പനി ഫിൽറ്റർ വയ്ക്കുക. അതിൻ്റെ ഹോൾഡർ നമ്മൾ അഴിച്ച് വെച്ചിട്ടുണ്ടല്ലോ, ആ ഹോൾഡർ കൊണ്ടുവന്ന് തന്നാൽ മതി. എയർ ഫിൽറ്റർ നമുക്ക് അത് പിടിപ്പിച്ചിട്ട് കയറ്റി സെറ്റ് ചെയ്യാവുന്നുള്ളൂ. കാർബറേറ്ററും അഴിച്ച് ക്ലീനർ ഉപയോഗിച്ച് നല്ല രീതിയിൽ ക്ലീൻ ചെയ്യുക. സ്ലോ ജെറ്റ് കാര്യങ്ങൾ ബ്ലോക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ
അത് പരിഹരിച്ച് റീസെറ്റ് ചെയ്യുക. സ്ലോ ജെറ്റ് ആണെങ്കിൽ സ്ലോ ജെറ്റ് മാത്രം മാറ്റിയിട്ട് നമുക്ക് റീസെറ്റ് ചെയ്യാം, മഫ്ലർ ക്ലീൻ ചെയ്യുക. ഇത്രയും കേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ കംപ്ലയിൻറ്റ് തീർക്കാനായിട്ട് സാധിക്കും. ഞാൻ പറഞ്ഞല്ലോ, വാറണ്ടിയിൽ ചെയ്യണമെങ്കിൽ നമ്മൾ ഫുള്ളായിട്ട് എഞ്ചിൻ അഴിച്ച് ക്ലിയറായിട്ട് ചെയ്യേണ്ടി വരും. ഇനി അതല്ല, നമുക്ക് ഈ പ്രോബ്ലം മാത്രം സോൾവ് ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ 100% നമ്മളൊരു വാറണ്ടി അല്ല പറയാം, സിലിണ്ടർ ബോർ ചെയ്യുന്ന അവിടുത്തെ അവർക്ക് അവരുടേതായിട്ടുള്ള ഗ്യാരണ്ടി 1 ഇയർ ഉണ്ട്. പക്ഷെ നമുക്ക് ഈ ക്രാങ്ക് ഷാഫ്റ്റിന് ഇത്രയും പ്ലേ ഉള്ളത് കൊണ്ട് നമുക്കൊരു വാറണ്ടി പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല. കാരണം ഞാൻ മൊത്തത്തിൽ ചെയ്യുകയാണെങ്കിലാണ് നമുക്ക് ഒരു ഗ്യാരണ്ടി പറഞ്ഞ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇത് കംപ്ലൈൻറ്റ് വരും എന്നല്ല കേട്ടോ അതിൻ്റെ അർത്ഥം. സ്വാഭാവികമായിട്ട് നമുക്കത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ നമ്മളൊരു കൃത്യമായിട്ടൊരു ഗ്യാരണ്ടി നമ്മൾ പറയുന്നത് എത്ര ഓടും എന്ന് നമുക്ക് പറയാൻ പറ്റാത്തതിൻ്റെ കാരണം, വണ്ടി എഞ്ചിനിൽ ഓയിൽ ലെവൽ കുറഞ്ഞൊക്കെ ഓടിയിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ ഇതിൻ്റെ കണക്ടർ റോഡിൻ്റെ പിന്നിനൊക്കെ തേയ്മാനം വന്നിരിക്കേണ്ടത് കരുതാം. അത് കുറച്ച് ഓടുമ്പോഴേക്കും എൻ്റെ കംപ്ലയിൻറ്റ്സ് പെട്ടെന്ന് ജനറേറ്റ് ചെയ്യുക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ചെയ്യുന്ന വർക്ക് ഫാൾട്ട് വരും. കാരണം ഈ ചെയ്യുന്ന ഉള്ളിൽ ക്രാങ്ക് ഷാഫ്റ്റ് കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല, ബാക്കിയത്തെ കംപ്ലയിൻറ്റുകളിലേക്ക് പോകും. അപ്പോൾ അത് കൊണ്ടാണ് നമ്മൾ അത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. അപ്പോൾ നോക്കിയിട്ട് നമുക്ക് ഒന്നുമല്ല നമുക്ക് സിലിണ്ടർ ബോർ ചെയ്ത് യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ മൊത്തത്തിൽ എഞ്ചിൻ അടക്കം അഴിച്ച് സെറ്റ് ചെയ്യണ കൂട്ടത്തിയുടെ സിലിണ്ടറൊക്കെ മാറ്റി പുതിയ സിലിണ്ടറൊക്കെ മാറ്റി 1 ഇയർ വാറണ്ടിയിൽ ക്ലിയറായിട്ട് ചെയ്തു പോകുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ ഏത് രീതിയിലാണ് ചെയ്യേണ്ടതെന്നുള്ളത് കണ്ടു കഴിയുമ്പോൾ ജസ്റ്റ് അതൊന്ന് പറയാം. അതനുസരിച്ചിട്ടൊരു എസ്റ്റിമേറ്റ് ഞാൻ നോക്കിയിട്ട് പ്രിപ്പയർ ചെയ്ത് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്ത് തരാം. അപ്പോൾ നമുക്ക് ആ രീതിയിൽ വർക്ക് ക്ലോസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം, അതനുസരിച്ചിട്ട് വേണം നമുക്ക് വർക്ക് ചെയ്യാനായിട്ട്. അതേപോലെ തന്നെ ഈ എയർ ഫിൽട്ടർ ഹോൾഡറിൻ്റെ കേസ് മറക്കണ്ട, അത് നമുക്ക് പുറമേ നിന്നും പർച്ചേസ് മേടിക്കാനായിട്ട് പെട്ടെന്ന് സുലഭമായിട്ട് കിട്ടുന്ന സംഭവമല്ല. അപ്പോൾ അത് നോക്കിയിട്ട് അതുണ്ടെങ്കിൽ അതും കൂടി കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ എങ്ങനെ ചെയ്യേണ്ടതെന്ന് നോക്കിയിട്ടൊന്ന് പറയാം. അതനുസരിച്ച് നാളെ കാലത്ത് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് എസ്റ്റിമേറ്റ് വാട്സാപ്പിൽ സെൻഡ് ചെയ്ത് തരാം. ഓക്കെ.